കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 1 ഇൻ്റഗ്രേഷൻ എക്സാം ഇനിയുണ്ടല്ലേ? ഇൻ്റഗ്രേഷൻ എക്സാം പഠിച്ചു തുടങ്ങിയാലോ? യെസ്, ഓക്കെ. അപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ, ഇൻ്റഗ്രേഷൻ്റെ ഒത്തിരി ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരൻറ്റിനോട് പറയുക, കിഡ്സ് ഏരിയ ഓൺലൈനിൽ ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഇട്ടുതരാൻ പറയുക കേട്ടോ. എന്നിട്ട് എന്ത് പറയണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഇവിടെ നിങ്ങൾ കണ്ടോ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇതൊന്ന് വായിച്ചേ. പു രാ, ഒരുമിച്ച് വായിക്കുമ്പോൾ പുഴ. പു രാ, പുഴ. ഇത് വായിച്ചു നോക്കി. വീട്, വീട്, വീട്. ഇത് വായിച്ചേ. നാട്, നാട്, നാട്. ഇത് വായിച്ചേ. പൂവ്, പൂവ്, പൂവ്. അപ്പോൾ ഈ പുറത്തുള്ള കോളംസിൽ, പുറത്തുള്ള ഈ കോളങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? പുഴ, വീട്, നാട്, പൂവ്. ദാ ഇവരുടെയൊക്കെ ഒരു കൂട്ടുകാരൻ അകത്തുണ്ട്. കണ്ടോ? വായിച്ചു നോക്കിയാലോ? ഇത് ഏതക്ഷരമാണ്? ക. ക ടു, കണ്ടു. കണ്ടു, കണ്ടു, കണ്ടു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഈ പുറത്തുള്ള വാക്കുകളും ഈ അകത്തുള്ള വാക്കുകളും തമ്മിൽ ഫ്രണ്ട്സ് ആവണം. അതെങ്ങനെ ഫ്രണ്ട്സ് ആകും? പുഴ ഒരു വാക്കാണ്, കണ്ടു മറ്റൊരു വാക്കാണ്. ഈ രണ്ട് വാക്കുകളും തമ്മിൽ കൂട്ടുകാരാകും. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇത് തമ്മിൽ ഒരുമിച്ച് എഴുതുക. പുഴ കണ്ടു, പുഴ കണ്ടു. അതുപോലെ മറ്റുള്ളത് എഴുതി ആദ്യം പറഞ്ഞു നോക്കാം. വീട് കണ്ടു, നാട് കണ്ടു, പൂവ് കണ്ടു. എങ്ങനെ എഴുതുമെന്ന് മനസ്സിലായല്ലോ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എങ്ങനെ എഴുതാൻ നോക്കി. പുഴ, ഇടയ്ക്ക് നോക്കി കുറച്ച് സ്ഥലം കണ്ടോ? പുഴ ഒരു വാക്കാണ്, കണ്ടു മറ്റൊരു വാക്കാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യണം? കുറച്ച് സ്ഥലം കൊടുക്കണം. നമ്മുടെ പെൻസിൽ വയ്ക്കുന്ന അത്രയും സ്ഥലം മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ഈ അവസാനം ഒരു ഡോട്ട്, ഒരു കുത്തു കൂടി അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്തായി? ഒരു വാക്യമായി. എന്തായി? വാക്യം. അപ്പോൾ വാക്യം നിർമ്മിക്കാൻ ചോദ്യമുണ്ടാകും. എന്ത് നിർമ്മിക്കാനാണ്? വാക്യം. വാക്യം എങ്ങനെ നിർമ്മിക്കുക? ഒന്നിൽ കൂടുതൽ വാക്കുകൾ ദാ ഇതുപോലെ ഇങ്ങനെ എഴുതുക, അടുത്തടുത്ത് എഴുതുക. പക്ഷേ ഓരോ വാക്കിനും ഇടയ്ക്ക് ഒരു പെൻസിൽ വയ്ക്കുന്ന അത്രയും എന്ത് വേണം? സ്ഥലം കൊടുക്കണം കേട്ടോ. ഓരോ വാക്കിനും ഇടയിൽ, അക്ഷരങ്ങൾക്കിടയിലല്ല, ഓരോ വാക്കുകളുടെ ഇടയിൽ. എന്നിട്ട് അവസാനം ദാ ഒരു ഡോട്ട്, ഒരു കുത്തുകൂടി അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്തായി? വാക്യമായി. അപ്പോൾ വാക്യം നിർമ്മിക്കാം. പുഴ കണ്ടു. ഇനി ഇത് പറഞ്ഞേ. വീട് കണ്ടു. എങ്ങനെ എഴുതി? വീട് കണ്ടു. ഇനി നാട്, നാട് കണ്ടു. ഇനി പൂവ്, പൂവ് കണ്ടു. അപ്പോൾ എത്ര വാക്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി? 1, 2, 3, 4. 4 വാക്യങ്ങൾ ഉണ്ടാക്കി. ഇനി നിങ്ങളൊന്ന് കാണാതെ പറഞ്ഞേ. പുഴ കണ്ടു, വീട് കണ്ടു, നാട് കണ്ടു, പൂവ് കണ്ടു. ഇപ്പം ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ? അറിയില്ലേ? ഇങ്ങനൊരു ചോദ്യം വന്നാൽ
തെറ്റിക്കാതെ എഴുതണം കേട്ടോ. വാക്യം നിർമ്മിക്കുക എന്ന് തന്നെ പറയാ. വാക്യമുണ്ടാക്കുക. വാക്യമുണ്ടാക്കാൻ അറിയാലോ, വാക്യം നിർമ്മിക്കാൻ പഠിച്ചുവല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.